നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്ക് ഇന്നത്തെ റീഡിംഗ് എടുക്കാം. ആൻഡ് പേഴ്സണൽ റീഡിങ്സ് ഓപ്പൺ ആണ്. സോ താല്പര്യമുള്ളവർ നമ്പർ ഇവിടെ ഉണ്ട്, കോൺടാക്ട് ചെയ്യൂ. നമ്പർ മേലെ ഉണ്ട്. നമ്പർ സേവ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ US സോ അതുകൊണ്ടാണ് ഇവിടെ +1 എന്ന മുമ്പിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ കോപ്പി ചെയ്ത് എഴുതാം. ഓക്കെ, സേവ് ചെയ്യാം. ആൻഡ് അതിൽ +91 അറിയാതെ വരാതെ ശ്രദ്ധിക്കണം നിങ്ങൾ. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കോഡാണ് +91, അത് വരാതെ ശ്രദ്ധിക്കുക. +1 എന്നുള്ളതാക്കുക. ആൻഡ് നമ്പർ ഇതേപോലെ നിങ്ങൾ ജസ്റ്റ് അതേപോലെ തന്നെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, സോ ടൈപ്പ് ചെയ്താൽ മതി. നമ്പർ സേവ് ചെയ്ത് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യൂ താല്പര്യമുള്ളവർ, റീഡിങ്സ് വേണ്ടവർ. പിന്നെ ഞാൻ പേഴ്സണൽ മറ്റേ ആ ഒരു ഗ്രൂപ്പിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ഒരു സ്മോൾ ഗ്രൂപ്പ് ആക്കിയിട്ട് ഞാനൊരു സെഷൻ വെക്കാൻ പ്ലാൻ ഉണ്ട്, ഡിസ്കഷൻ പോലെ. ഓക്കെ, നിങ്ങൾക്കൊന്ന് നിങ്ങളുടെ മനസ്സ് ഓർന്ന് സംസാരിക്കാനോ കാര്യങ്ങൾ ഷെയർ ചെയ്യാനോ ആൻഡ് എനിക്കത് പറ്റുന്ന രീതിയിൽ ഞാൻ ഗൈഡ് ചെയ്ത് തരാം. അത് ടാരോ ഞാൻ പേഴ്സണൽ റീഡിംഗ് ആയിട്ട് ഞാൻ എടുക്കില്ല, അങ്ങനെയല്ല പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഞാൻ ടാരോ യൂസ് ചെയ്ത് ഞാൻ എന്തെങ്കിലും നിങ്ങളുടെ ക്വസ്റ്റ്യൻ എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ഗൈഡ് ചെയ്ത് തരാം. ഓക്കെ, അത് നിങ്ങളുടെ പറയുന്ന കാര്യങ്ങൾക്ക് എന്താണ് ഒരു ഗൈഡൻസ് നമുക്ക് ടാരോ ത്രൂ എന്തെങ്കിലും നമുക്ക് എടുക്കാൻ ശ്രമിക്കാം. ഓക്കെ, ആൻഡ് അത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ലൈവ് റീഡിംഗ് ആയിട്ട് ലൈവ് ഇതായിട്ടാണ്. എന്ന് വെച്ചാൽ വീഡിയോ കോളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല, അല്ലെങ്കിൽ ഇരുന്ന് പരസ്പരം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കംഫർട്ടായിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കംഫർട്ട് അല്ലെങ്കിൽ നമുക്കത് ഓഡിയോ കോളോ ആക്കാം, വിരോധമില്ല. അല്ലെങ്കിൽ വീഡിയോ ഓഫ് ചെയ്താൽ മതി, നോ പ്രോബ്ലം. ഓക്കെ, സോ അങ്ങനെയും ചെയ്യാം. ബട്ട് അല്ല, ഇനിയിപ്പോൾ ചാറ്റ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ തന്നെ നിങ്ങൾക്ക് മെസ്സേജ് ഇടാനാണ് താല്പര്യം. പക്ഷേ അത് കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിപ്പോവും. ഐ ഫീൽ കുറച്ചുകൂടി ലൈവ് കോളായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ ഒരു കുറച്ച് സമയം കൊണ്ട്, ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് പറഞ്ഞു തീർക്കാനും പറ്റും. ഓക്കെ, സോ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. സോ അങ്ങനെയാണ് അത് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങളത് കംഫർട്ട് ആവണം, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയുന്നത് കേട്ടോ. ഓക്കെ, അങ്ങനെയുള്ളവർ താല്പര്യമുള്ളവർ കുറച്ച് പേര് നമുക്ക് ഇരുന്ന് സംസാരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ലൈഫിലൊരു ക്ലാരിറ്റി കൊണ്ടുവരാൻ നമുക്ക് കുറച്ചെങ്കിലും ശ്രമിക്കാം. ഓക്കെ, അതുപോലത്തെ സെഷൻസ് മുന്നോട്ടും ശ്രമിക്കാം. നമുക്ക് ഒരു ചെറിയ ഫീസ് ഉണ്ടാവും. ഓക്കെ, അഗൈൻ അതിനും താല്പര്യമുള്ളവർ എൻ്റെ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യൂ. August 8 ഓക്കെ, അത് ഡേറ്റ് അനൗൺസ് ചെയ്തേക്കാം. August 8 8 മണിക്ക് 888 പോർട്ടൽ നമുക്ക് നല്ലോണം യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, നല്ലൊരു എനർജി കൊണ്ടുവരാൻ ശ്രമിക്കാം. ഓക്കെ, സോ August 8, 2026 ആൻഡ് 8 മണിക്ക്. ഓക്കെ, 8 മണിക്ക് രാത്രി ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സോറി, ആരോ 9 മണിന്ന് ഇടയിൽ മെസ്സേജ് ഇട്ടിരുന്നു. ഐ ഡോണ്ട് നോ, ആ ഒരു പോർട്ടലിൻ്റെ എനർജിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ, സോറി. ബട്ട് ഞാൻ നാട്ടിലെ സമയം വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, ട്രൈ ചെയ്യൂ. അല്ലെങ്കിൽ ഐ എം സോറി, സാറ്റർഡേ ആണ് വരുന്നത് അത്. ഓക്കെ, സോ എനിവേ നമ്മൾ ഇന്നിപ്പോഴാണ് റീഡിംഗ് എടുക്കുന്നത്. ഞാൻ ഇന്ന് ചോദിക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ ഓക്കെ എന്താണ് ഇവിടെ ഹൈഡ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇവിടെ എന്താണ് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്, നിങ്ങളോട് പറയാത്തൊരു കാര്യം എന്താണ്, ഒരു ഹിഡൻ അവരെ മനസ്സിൽ, അല്ലെങ്കിൽ അവർ നിങ്ങളോട് തുറന്നു പറയാത്ത ഒരു കാര്യം എന്താ, മീൻസ് കാര്യങ്ങൾ എന്താണ് നോക്കാം. ഓക്കെ, ഇവിടെ ഒരു സീക്രട്ടീവ് അല്ലെങ്കിൽ അവരെ ഹിഡൻ ഫീലിങ്സ് എന്ന രീതിക്കല്ല പറയുന്നത്, എന്ത് കാര്യങ്ങളാണ് അവർ മറയ്ക്കുന്നത് നിങ്ങളിൽ നിന്ന്. ഓക്കെ, നിങ്ങളോട് പറയാത്തത് അല്ലെങ്കിൽ ഹൈഡ് ചെയ്യുന്ന തരത്തിൽ എന്ത് കാര്യങ്ങളാണ് നമുക്ക് നോക്കാം. ഓക്കെ, ലെറ്റ്സ് സീ. ഫീലിങ്സും വരാം മേ ബി. ഓക്കെ, Prince of Cups, 6 of Wands, 9 of Wands and Queen of Wands. ഓക്കെ, കുറേ വാൻസ് ആണല്ലോ, കപ്പും വാണ്ടും ഉണ്ട്. 5 of Cups. ഓക്കെ, ഓ വാവ്. അവർ പറയാതെ മറച്ചു വെക്കുന്നത് ഒരു സത്യം എന്ന രീതിക്ക് പറയാം. ഓക്കെ, ഒരു മെയിൻ ട്രൂത്ത് അവർ മറയ്ക്കുന്നത് നിങ്ങളോട്, അവർക്ക് നിങ്ങളെ സോൾമേറ്റിനെ പോലെ ഫീൽ ചെയ്യുന്നു എന്നാണ് പറയാത്തത്. ഓക്കെ, ഒരു വലിയൊരു രഹസ്യം അവർ മറയ്ക്കുന്നത്, ഒരു സത്യം, ശരിക്കും ഒരു റിയലൈസേഷൻ, അവരുടെ ഉള്ളിലൊരു റിയലൈസേഷൻ, അവരുടെ ഉള്ളിലൊരു തിരിച്ചറിവുണ്ട്. ഓക്കെ, ഒരു സത്യം അവർ മനസ്സിലാക്കുന്ന പോലെയാണ്. പക്ഷെ അതിനുവേണ്ടി ആക്ഷനൊന്നും എടുക്കുന്നില്ല, അത് വേറെ കാര്യം. ഓക്കെ, ബട്ട് അറ്റ്ലീസ്റ്റ് അവരുടെ മനസ്സിൽ നിങ്ങളോടുള്ള ആ ഒരു ഫീലിംഗ്, അറ്റാച്ച്മെൻറ്റ്, സോൾമേറ്റ് എന്നൊരു കണക്ഷൻ, ഓക്കെ, അത് അവർ നിങ്ങളോട് തുറന്നു പറയുന്നില്ല. ഓക്കെ, ഒരു സത്യം, മെയിൻ സത്യം നമുക്ക് ഇവിടെ മറച്ചു വെച്ചത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ അവർക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അവർ മറക്കുന്നുണ്ട്. പ്രിൻസ് ഓഫ് കപ്സ് ആണ്, ഒരു പേജ് ഓഫ് കപ്സ് എന്നുള്ള രീതിയിൽ എടുക്കാം. അതായത് അവർക്ക് നിങ്ങളോട് വളരെ റൊമാൻറ്റിക് ആയിട്ട്, വളരെ ഒരു നമ്മൾ പറയില്ലേ ഒരു ക്രഷ് ഉണ്ട് എന്ന് പറയാം. ഓക്കെ, കുറച്ച് പേർക്ക് ക്രഷ് ആയിരിക്കും, കുറച്ച് പേർക്ക് സീക്രട്ട്, അതായിരിക്കും നിങ്ങൾ ആലോചിക്കുന്ന ഒരു വ്യക്തി, അവരുടെ മനസ്സിലും നിങ്ങളോട് ഫീലിംഗ് ഉണ്ട് എന്ന് തന്നെയാണ്. ക്രഷായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവാം, തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല ചിലപ്പോൾ, അതായിരിക്കാം. അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മേ ബി അവർ മീൻസ് അവരുടെ ഉള്ളിൽ ആ ഒരു എപ്പോഴും ഒരു സീക്രട്ടീവായിട്ട് നമ്മൾ പറയില്ലേ റൊമാൻറ്റിക് ആയിട്ട് അവർ ചിന്തിക്കുന്നത്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നാണ്. ഓക്കെ, അത് മേ ബി തുറന്ന് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവില്ല, അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് സീക്രട്ടിൽ വന്നത്.
ആൻഡ് ഇവിടെ 6 ഓഫ് വൺസ് ഉണ്ട്. സോ അവിടെ ഈ റിലേഷൻഷിപ്പിനെ അവർ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു സക്സസ് ആഗ്രഹിക്കുന്നുണ്ട്. അതിപ്പോൾ അഗൈൻ മാരേജ് ആണെങ്കിൽ അങ്ങനെ, ഒരു സെലിബ്രേഷൻ ആണെങ്കിൽ, അതായത് എല്ലാവരും അറിഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിങ്ങളെ സ്വീകരിക്കാൻ എന്ന രീതിക്കായിരിക്കാം. എവിടെയോ നിങ്ങൾ ആക്ച്വലി അവർക്ക് കൊടുക്കുന്ന അറ്റൻഷൻ ഒക്കെ അവർക്ക് വലിയ ഇഷ്ടമാണ്, അതുകൊണ്ട് ഓക്കെ അതൊന്നും അവർ തുറന്ന് പറയുന്നില്ല. ഓക്കെ അപ്പോൾ നിങ്ങൾ അവരെ അന്വേഷിക്കുക, നിങ്ങൾ അവരോട് മെസ്സേജ് ഇട്ടിട്ട് എവിടെയാ സുഖമല്ലേ എന്താണെന്നൊക്കെ ചോദിക്കുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് ശരിക്കും ഒരു വാലിഡേഷൻ കിട്ടുന്ന പോലെയാണ്. ഓക്കെ ഒരു സന്തോഷം കിട്ടുന്നുണ്ട് അവർക്ക്. അതൊന്നും അവർ ചിലപ്പോൾ നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ ബട്ട് അവർക്ക് നിങ്ങളങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വളരെ ഹാപ്പിയാണ് അവർ. ഓക്കെ ശരിക്കും നിങ്ങളവരെ ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങളവരെ നോക്കുന്നുണ്ട്, നിങ്ങൾ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുണ്ട്. അതൊക്കെ അവർക്ക് ഒരു അവരെ ഒരു വലിയൊരു ഇതായിട്ട് അവർക്ക് സ്വയം തോന്നുന്നുണ്ട്. ഓക്കെ ആൻഡ് 9 ഓഫ് വൺസ് ഉണ്ട്. പക്ഷേ അവർ പല കാര്യങ്ങളും അവർ നിങ്ങളോട് മറക്കുന്നുണ്ട്. മേ ബി ഓൾറെഡി നമ്മൾ പറഞ്ഞു. ഓക്കെ അവർ ഓപ്പൺ അപ്പ് ആവുന്നില്ല, അവരുടെ ഉള്ളിൽ ചില പേടികളായിട്ടായിരിക്കും. ഓക്കെ അവർക്ക് എവിടെയോ ഒരു ഓപ്പൺ അപ്പ് ചെയ്യാനുള്ള പേടി ഉണ്ട് എന്നുള്ള രീതിക്കാണ് കാണുന്നത്. അവർ പല കാര്യങ്ങളും ബൗണ്ടറി വെച്ച് നിൽക്കുന്നുണ്ട് നിങ്ങളോട്. ആൻഡ് അത് പലതരത്തിലായിരിക്കാം കാണിക്കുന്നത്. നിങ്ങളോട് ശരിക്കും അവർ അവനവനെ ഒന്നിങ്ങനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ അത് മാത്രമല്ല എവിടെയോ ഒരു പല ലൈക്ക് അവരെ മനസ്സ് തുറന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നമാവോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. സോ ഇവിടെ ഓരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ച് ഇരിക്കുന്ന പോലെയാണ്. ആൻഡ് ഇവിടെ ക്വീൻ ഓഫ് വൺസ് എനർജി പറയുമ്പോൾ ശരിക്കും നിങ്ങളോട് വളരെയധികം അട്രാക്ഷനാണ്. അട്രാക്ഷൻ, പാഷൻ, അഡ്മിറേഷൻ എന്തും പറയാം. ഓക്കെ നിങ്ങളെ റെസ്പെക്റ്റ് എല്ലാം ഉണ്ട്. ഓക്കെ നിങ്ങളോട് റൊമാൻറ്റിക് ഫീലിങ്സും ഉണ്ട്. അപ്പോൾ ഇവിടെ റെസ്പെക്റ്റ് പോലെയും ഉണ്ട്. അവർക്ക് തോന്നുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻറ്റ് പേഴ്സൺ ആണ്, നിങ്ങൾക്ക് പല കഴിവുകളും ഉണ്ട് എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവർ പോരാ എന്നൊരു തോന്നലും ഉണ്ടാവും. കാരണം അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവിടെ ബൗണ്ടറി വെക്കുന്നത്. എനിക്ക് എവിടെയോ അവനവൻ പോരാ എന്ന രീതിക്ക് അവർക്കൊരു ഫീലിംഗ് ഉണ്ടാവും. നിങ്ങളെ കുറച്ചുകൂടി അവരെക്കാൾ മേലെ കാണുന്ന പോലെയാണ്. ഒരു റെസ്പെക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു അഡ്മയർ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട് എനിക്ക്. നിങ്ങൾ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് തോന്നുന്നു നിങ്ങൾ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെന്നാണ്. ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് നിങ്ങൾക്കറിയാം. ഓക്കെ അങ്ങനെ ഒരു ചിന്തയാണ് അവരുള്ളിൽ. ഇതൊന്നും മേ ബി അവർ നിങ്ങളോട് ഓപ്പൺലി ചിലപ്പോൾ എക്സ്പ്രസ് ചെയ്തൊന്നും വരില്ല. ആൻഡ് 5 ഓഫ് കപ്സ് ഉണ്ട്. നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി നല്ലോണം ഉണ്ട്, അതും അവർ തുറന്ന് പറയാറില്ല. ഓക്കെ നിങ്ങളുടെ മുമ്പിൽ കാണിക്കുമ്പോൾ നിങ്ങൾ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, എന്തോ ആയിക്കോട്ടെ എന്നുള്ള രീതിക്ക് ചിലപ്പോൾ കാണിച്ചു എന്ന് വരും. പക്ഷേ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നവിടെ വളരെ സ്ട്രോങ് ആയിട്ട് അവർക്ക് പേടിയുണ്ട്. ഓക്കെ ആ ഒരു കാരണം അവർ നിങ്ങളെ കാണുന്നത് തന്നെ ഇവിടെ പറഞ്ഞില്ലേ സോൾമേറ്റ് ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണമെന്നുണ്ട്, പക്ഷേ ആക്ഷൻ എടുക്കുന്ന രീതിക്ക് എനിക്ക് കാണാനില്ല. അവർ ചിന്തകളിലുണ്ട് തീർച്ചയായിട്ടും. അവരെ മനസ്സിൽ വ്യക്തമായിട്ട് അവർക്കറിയാം എന്നിട്ട് നിങ്ങളാണ് അവരെ സോൾമേറ്റ് എന്ന രീതിയിൽ. ഓക്കെ ബട്ട് അവരെ ഉള്ളിലെ പേടികൾ കൊണ്ടായിരിക്കും, പല സിറ്റുവേഷൻസ് കൊണ്ടായിരിക്കാം. സോ അവരതെല്ലാം മനസ്സിൽ മറച്ചു വെക്കുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ വേറെന്താ ഹിഡൻ നോക്കാം നമുക്ക്. സോറി വേറെ എന്തൊക്കെയാണ് ഇവിടെ ഹിഡൻ ആയിട്ടുള്ളത്? വേറെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അല്ലെങ്കിൽ അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പേഴ്സൺ എന്തൊക്കെയാണ് നിങ്ങളിൽ നിന്ന് മറയ്ക്കുന്നത്? ജഡ്ജ്മെൻറ്റ്. ഓക്കെ എംപറർ, 4 of swords, ace of wands, one more last. Okay, Hierophant. നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ നിങ്ങൾ ലൈക്ക് ഒരുപാട് മെജോറിറ്റി ആൾക്കാർക്ക് നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടൊരു കമ്മിറ്റഡ് ലൈഫ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൽ സ്വപ്നത്തിൽ ഇപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ആ ഒരു ക്രഷ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് ആയിട്ട് ഫീലിങ്സ് അവർ ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുമായിട്ട് മാരേജ് ആഗ്രഹിക്കുന്നുണ്ട് കുറേ പേര്. ഓക്കെ ഇവിടെ കിങ് ഓഫ് കപ്സ് ആൻഡ് നൈറ്റ് ഓഫ് പെന്റിക്കിൾസ് ആണ് പറയുന്നത്. അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ഫീലിങ്സ് ഉണ്ട്, വളരെ സ്ട്രോങ് ഫീലിങ്സ് ആണ്. പക്ഷേ അത് ഇമോഷൻസ് മറയ്ക്കുന്ന പോലെയാണ് കാണുന്നത്. അഗൈൻ സെയിം കാര്യങ്ങളാണ് വരുന്നത്. അവർ എല്ലാം അടക്കി ഉള്ളിൽ വെക്കുകയാണ്. നിങ്ങളുടെ അടുത്ത് പുറമേ അവർക്ക് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് വേണം തീർച്ചയായിട്ടും. അതിൽ പക്ഷെ അവർ സ്ലോ ആയിട്ടാണ് മുന്നോട്ട് വരുന്നത്. ഓക്കെ വളരെ സ്ലോ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അവർക്ക് ഫീലിങ്സ് ഇല്ല, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട, അങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷെ അവർ സ്ലോ ആണ്. അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ പതിയെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന രീതിക്ക് ഒരു ചിന്തയുണ്ട്. ഓക്കെ ഇവിടെ ജഡ്ജ്മെൻറ്റിനെ പേടിയുണ്ട് അവർക്ക്. ഓക്കെ ഇവിടെ അതായത് നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്ത് പോകരുത് എന്നായിരിക്കാം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചായിരിക്കാം. ഒരു ചെറിയ കുറ്റബോധത്തിൻ്റെ ഒരു എനർജി ഉണ്ട്. അവർ ചിന്തിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട് ജഡ്ജ്മെൻറ്റ്. അതായത് നിങ്ങളോട് ന്യായം ചെയ്യണം എന്ന രീതിക്ക് അവർ ചിന്തിക്കുന്നുണ്ട്. മാത്രമല്ല എവിടെയോ അവരുടെ ഉള്ളിൽ തന്നെ ചിലപ്പോൾ ഞാൻ തെറ്റ് ചെയ്തു പോകരുത് എന്നുള്ളൊരു പേടിയുണ്ട്. മേ ബി ഇവിടെ കുറച്ച് പേർക്ക് എനിക്കൊരു മാരീഡ് എനർജി വരുന്നുണ്ട്. അവർ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ഓക്കെ അവർ അവിടെ ഹൈറോഫൻ്റ് ഉണ്ട്, എംപററൊക്കെ ഉണ്ട്. സോ കുറച്ച് പേർക്ക് നിങ്ങളുടെ പേഴ്സൺ ഒരു മാരീഡ് ആയിരിക്കാം. എല്ലാവർക്കും ആവണമെന്നില്ല കേട്ടോ, കുറച്ച് പേർക്ക്.
അല്ലെങ്കിൽ കുറച്ച് പേർക്ക് റിലീജിയൻ വേറെ ആയിരിക്കാം, അതുകൊണ്ട് തന്നെ പാരൻസിൻ്റെ സമ്മതം ഉണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾക്ക്, അതായിരിക്കാം. ഈവൻ റിലീജിയൻ സെയിം ആണെങ്കിൽ തന്നെ മേ ബി സൊസൈറ്റി നിങ്ങളെ ഫാമിലീസ് അഗ്രി ചെയ്യുന്നുണ്ടാവില്ല, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. ഓക്കെ, സോ അതുകൊണ്ട് അവർക്കൊരു ചെറിയൊരു ടെൻഷൻ ഉണ്ട്, എന്നിട്ട് മറ്റുള്ളവരെ അഗെയിൻസ്റ്റ് പോയിട്ട് നിങ്ങളുമായിട്ട് ചിലപ്പോൾ മുന്നോട്ട് പോയാൽ അത് തെറ്റായാലോ എന്നൊരു ഫീലിംഗ് ഉണ്ട്. അഗെയിൻ മാരീഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഓക്കെ അവർക്ക് ആ ഒരു തോന്നലുണ്ട് ദാറ്റ് ഞാനൊരു തെറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ, അങ്ങനെ അത് വല്ല പ്രോബ്ലം വരുമോ എന്നൊരിക്കലും ഒരു പേടിയുണ്ട്, അവർക്ക് ദൈവത്തിന് പേടിയുണ്ട്. എനിക്ക് ചെറുതായിട്ട് നമ്മൾ പറയില്ലേ അങ്ങനെ ഒരു കാര്യം അവരുടെ മനസ്സിലുണ്ട്. അതും അവർ നിങ്ങളോട് തുറന്നു പറയാറില്ല, അതൊന്നും ഓക്കെ മനസ്സിലുണ്ട്. ആൻഡ് ഇവിടെ ഈഗോ വെച്ചിരിക്കുന്ന പോലെ കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ അടുത്ത് മറക്കുന്നത് ആൾ പുറമേ കാണിക്കുന്നതൊക്കെ വളരെ കൺട്രോൾഡായിട്ട് നിൽക്കുന്ന പോലെ, ഓക്കെ എല്ലാം നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, സിറ്റുവേഷൻ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുന്ന പോലെ, അവനവനൊരു ഈഗോയിൽ നിൽക്കുന്ന രീതിക്കാണ് നിങ്ങളുടെ അടുത്തൊക്കെ കാണിക്കുന്നത്. ബട്ട് ഇവിടെ അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ കിങ് ഓഫ് കപ്സ് എനർജി ഉണ്ട്. സോ ഫീലിങ്സ് മറക്കുന്നുണ്ട്, ഒരുപാട് ഫീലിങ്സ് മറച്ച് നിങ്ങളെ ഒരു വല്ലാതെ കൺട്രോൾ ചെയ്ത് നിർത്താൻ ശ്രമിക്കും. അത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങളെ നഷ്ടപ്പെടാൻ പേടി കൊണ്ടാണ്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടാനുള്ള പേടി കൊണ്ടാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം അവർക്ക് എന്താ പറയുക ഫീലിങ്സ് ഒരുപാട് ഉണ്ട്, പക്ഷെ അവർ കാണിക്കുന്നത് നിങ്ങളോട് ഒരു അധികം ഓപ്പണപ്പായിട്ട് കാണിക്കുന്നില്ല, ഇമോഷൻസ് ഒന്നും കാണിക്കുന്നില്ല. ഓക്കെ, ഇവിടെ കുറച്ച് മാറി നിൽക്കൽ കാണുന്നുണ്ട്. ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുന്നില്ല എന്ന് തോന്നുന്നു, കുറച്ച് പേര് കേട്ടോ, എല്ലാവർക്കും അല്ല, വളരെ ചുരുക്കം ആൾക്കാർക്ക്. നിങ്ങളുടെ പേഴ്സൺ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളോട് തുറന്ന് പറയുന്നുണ്ടാവില്ല. ഓക്കെ, സോ ആൻഡ് ഇവിടെ 4-4 എനർജീൻ്റെ സ്റ്റെബിലിറ്റിയുടെ എനർജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുമായിട്ടൊരു സ്റ്റേബിളായിട്ടൊരു കണക്ഷനാണ് ആഗ്രഹിക്കുന്നതൊക്കെ. ഓക്കെ, പക്ഷെ അവർ ഒന്ന് അതിൻ്റെ ഒരു പേടിയുണ്ട്, അവർക്ക് അത് തരാൻ പറ്റില്ല, മേ ബി കമ്മിറ്റ്മെൻറ്റ് തരാൻ പറ്റില്ല എന്നായിരിക്കാം. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുറച്ചൊന്ന് മാറിയൊക്കെ നിൽക്കുന്നത്, തുറന്ന് പറയാത്തതൊക്കെ. ഇവിടെ ഏസ് ഓഫ് വൺസ് ഉണ്ട് നിങ്ങളോട് വളരെയധികം അട്രാക്ഷൻ, പാഷൻ, നിങ്ങൾ തമ്മിൽ പുതിയ ലൈഫ് വേണം, ഒരു നല്ല ലൈഫ് വേണം, അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, വളരെ സ്ട്രോങ് ആയിട്ട് ഇതൊക്കെ ആഗ്രഹങ്ങളുണ്ട്. ആൻഡ് ഇവിടെ ഹൈറോഫൻ്റ് വീണ്ടും എനിക്ക് ഒന്നുമില്ലെങ്കിൽ മാരേജ് ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ അവർ മാരീഡ് ആയിരിക്കാം, അതായിരിക്കാം, അല്ലെങ്കിൽ റിലീജിയൻ വേറെ ആയിരിക്കാം. സോ ആ കാര്യങ്ങൾ ഇവിടെ ഒരു തടസ്സം നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക്. ആൻഡ് പേഴ്സൺ, അതായത് സൊസൈറ്റിയിൽ, അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ മറ്റുള്ളവർ പറയുന്ന പോലെ അല്ലെങ്കിൽ അംഗീകരിക്കുന്ന രീതിയിൽ അല്ലാത്ത പോലെ ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതൊരു തെറ്റായി പോവോ എന്നൊക്കെയുള്ള ചിന്തകളായിരിക്കും സൊസൈറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആൾക്ക് ആ ഈഗോ വെച്ചിട്ട് ആളിങ്ങനെ ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നുണ്ട് സൊസൈറ്റിയിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു അഭിമാനം കാത്തുരക്ഷിക്കാനായിരിക്കാം. സോ അങ്ങനെയൊക്കെ കുറച്ചൊരു ബിഹേവിയർ ഉണ്ട് അവരുടെ. ബട്ട് എനിവേ ഇവിടെ മെയിനായിട്ട് ഒരു ഫീലിങ്സ് മറക്കുന്ന ഒരു എനർജിയാണ്. ഓക്കെ, അവർ എത്രത്തോളം സ്നേഹമുണ്ട് എന്ന് അവർ കാണിക്കുന്നില്ല, പകരം കാണിക്കുന്നതൊക്കെ ഈഗോ കാണിക്കുക, നിങ്ങളോട് വഴക്കായിട്ട് കാണിക്കുക, നിങ്ങളില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിക്ക് കാണിക്കുക, അങ്ങനെയൊക്കെയാണ്. സോ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇവിടുത്തെ. ആൻഡ് ഇവിടെ മനസ്സിൽ മേ ബി ഈ ഒരു കുറ്റബോധത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. സോ മേ ബി നിങ്ങളോട് എന്തെങ്കിലും ഇപ്പോൾ തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു കുറ്റബോധമായിരിക്കാം, അങ്ങനത്തെ ബന്ധം വെക്കുന്നതിൻ്റെ ഒരു ഇതായിരിക്കാം. സോ ഓക്കെ, ഇതൊക്കെയാണ്. വേറെ മെയിനായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും ഒരു ടെൻഷനാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി അല്ലെങ്കിൽ അങ്ങനെയുള്ള തടസ്സങ്ങൾ, നിങ്ങളോടുള്ള അട്രാക്ഷൻ, അതൊക്കെയാണ് മറക്കുന്ന പോലെ തോന്നുന്നത്. ഓക്കെ, ലെറ്റ്സ് സീ, നമുക്ക് ഇതിൽ നിന്ന് കൂടി എടുത്തേക്കാം. ഓക്കെ, ബൗണ്ടറീസ്, യെസ്, അത് ഓൾറെഡി 9 of Wands നമുക്ക് ഓൾറെഡി വന്നിരുന്നു. അസെൻഷൻ, ഓക്കെ, ഗോസിപ്പിനെ പേടിയുണ്ട്. ഓക്കെ, ലുക്കിംഗ് ഫോർ സൈൻസ്, ആൻഡ് ഓപ്പോസിറ്റ്സ് അട്രാക്ട്. ഓക്കെ, അപ്പിയറൻസസ്, ഞാൻ നേരത്തെ ഇവിടെ ആക്ച്വലി അപ്പിയറൻസസ് എന്നുള്ളൊരു കാർഡാണ്. അത് പറയുന്നത് പ്രൊജക്ടിങ് ആൻ ഇമേജ്, ബീങ് ഇൻ ദ സ്പോട്ട് ലൈറ്റ്. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നാർസിസ്റ്റിക് എടുക്കണ്ട, ഐ ഡോണ്ട് തിങ്ക്, അങ്ങനെ വിചാരിക്കേണ്ട. ഇവിടുത്തെ അങ്ങനെ തോന്നുന്നില്ല എനിക്ക്. ഓക്കെ, ഇവിടെ കുറച്ച് പേർക്ക് എനിക്ക് കാണുന്നത് നിങ്ങളുടെ പേഴ്സൺ ഞാൻ പറഞ്ഞ പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ സൊസൈറ്റിയിൽ അവരുടെ ഇമേജ് അവർക്ക് ഒരുപാട് മാറ്ററാണ്. ഓക്കെ, സോ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളോട് പലതും അവർ മറക്കുന്നുണ്ട്. ഓക്കെ, അവർ എന്നെ മറ്റുള്ളവർ കാണുമ്പോൾ ഞാൻ തെറ്റ് ചെയ്തു എന്ന് ആരും കുറ്റപ്പെടുത്തരുത് അവരെ, അങ്ങനെയൊക്കെ ഒരു വിചാരമുണ്ട്. അങ്ങനെയൊക്കെയുള്ള കാരണം നിങ്ങളോട് ഫീലിങ്സ് ഓപ്പണായിട്ട് പറയുന്നില്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ്. ഓക്കെ, ആൻഡ് ഇവിടെ ബൗണ്ടറീസ് അഗൈൻ ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ തമ്മിലൊരു അകൽച്ച ആൾ വെച്ചിട്ടുണ്ടാവാം, ചിലപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോയി കാണാം. ഓക്കെ, ചിലപ്പോൾ ഓക്കെ, കുറച്ച് കോൺടാക്ട് ഉണ്ടാവാത്ത ഒരു എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കുറച്ച് പേർക്ക്. സോ ബൗണ്ടറി വെച്ചിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, അവർക്ക് കൂടുതൽ ഓവർ അറ്റാച്ച്ഡ് ആവാനുള്ള പേടി കൊണ്ടാണ്. ഓക്കെ, അത് നിങ്ങളോടുള്ള ഫീലിങ്സ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളോട് അറ്റാച്ച്മെൻറ്റ് ഫീൽ ചെയ്യുമ്പോൾ അവർ ഒന്ന് മാറുകയാണ്. ഓക്കെ, ഒന്ന് അകന്ന് നിൽക്കുകയാണ്, അതാണ് ഇവിടെ ചെയ്യുന്നത്. അസെൻഷൻ കാണുന്നുണ്ട്, നിങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആക്ച്വലി മുന്നോട്ട് ശരിയാവും എന്ന് കാണുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ആവും. ഓക്കെ, നിങ്ങൾ തമ്മിൽ മുന്നോട്ടും നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഗോസിപ്പിനെ അവർക്ക് പേടിയുണ്ട്. പീപ്പിൾ ആർ ടോക്കിംഗ്,
സോ മേ ബി എന്തെങ്കിലും ഗോസിപ്പ് നിങ്ങളുടെ ഇടയിൽ അവിടെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് നല്ല പേടിയുണ്ട്. മറ്റുള്ളവരെന്ത് പറയും, ഓഫീസിൽ അല്ലെങ്കിൽ വീട്ടിലൊക്കെ അറിയുമോ, അങ്ങനെയൊക്കെയുള്ള പേടികളൊക്കെ ഉണ്ടാവും. സോ നിങ്ങളൊന്ന് സൂക്ഷിക്കാം. ഓക്കെ, അതിപ്പോൾ നിങ്ങൾക്കുള്ള ഒരു വാർണിംഗ് ആയിട്ട് നിങ്ങൾക്കെന്നല്ല, മീൻസ് അത് ഓവറോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളുടെ പേഴ്സണും ചിലപ്പോൾ അകന്ന് നിൽക്കുന്നതിന് ചിലപ്പോൾ ഇതൊക്കെ കാരണമായിരിക്കാം. ആൻഡ് ഇവിടെ ലുക്കിംഗ് ഫോർ സയൻസ് പറയുന്നുണ്ട്. സ്പിരിച്വൽ ഗൈഡൻസ്, വില്ലിംഗ് ടു അക്സെപ്റ്റ് ദ ട്രൂത്ത്, ട്രസ്റ്റിംഗ് യുവർ ഗട്ട് ഫീലിങ്സ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പിരിച്വൽ ഗൈഡൻസ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ആൻഡ് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ കൂടിയാണ്. സോ നിങ്ങൾ കുറച്ച് ഇന്നർ വർക്ക് നിങ്ങൾ ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങളുടെ ഗട്ട് ഫീലിംഗ് ട്രസ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാതെ തന്നെ, ഇപ്പോൾ നമ്മൾ പുറമേ എന്തൊക്കെ കണ്ടാലും, ഓക്കെ, പുറമേ അവർ എന്ത് സിറ്റുവേഷനൊക്കെ നടന്നാലും എവിടെയോ നിങ്ങളുടെ മനസ്സിൽ ആ ഒരു ഗട്ട് ഫീലിംഗ് ഉണ്ടാവും. എന്നിട്ട് അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്ന രീതിക്കൊക്കെ, അല്ലെങ്കിൽ ഇന്ന കാര്യമാണ് നടക്കുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. ഓക്കെ, അത് ട്രസ്റ്റ് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഇതൊരു സ്പിരിച്വൽ കണക്ഷനാണ്, അങ്ങനെ എടുത്താൽ മതി. ആൻഡ് ഓപ്പോസിറ്റ്സ് അട്രാക്ട്. ഇവിടെ നിങ്ങൾ തമ്മിൽ എല്ലാവരും ഒരേപോലെ ആയിരിക്കില്ല അല്ലേ. അതുകൊണ്ട് വരുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, രണ്ടുപേരും ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ രണ്ടുപേരും വളർന്ന സാഹചര്യം വേറെ ആയിരിക്കും. രണ്ടുപേരുടെ ഉള്ളിലുള്ള ഇന്നർ ചൈൽഡ് ഫിയേഴ്സ്, പേടികളൊക്കെ വേറെ ആയിരിക്കും. ഓക്കെ, നിങ്ങളുടെ ചിന്താഗതികൾ വേറെ ആയിരിക്കും. ഒരാൾ ആഗ്രഹിക്കുന്ന വേറെ ആയിരിക്കും, മറ്റേയാളുടെ പെരുമാറ്റം വേറെ ആയിരിക്കും. സോ അങ്ങനെ എല്ലാം നിങ്ങൾ തമ്മിൽ ശരിക്കും ഓപ്പോസിറ്റ് ആണ്, പക്ഷെ എന്നിട്ടും നിങ്ങൾ തമ്മിൽ അട്രാക്ട് ആവുന്നുമുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് പരസ്പരം ഐ തിങ്ക് മാറാൻ സാധിക്കില്ല. അത് പക്ഷെ എന്താ അടുക്കുമ്പോൾ കോൺഫ്ലിക്റ്റും വരും, പ്രശ്നങ്ങളും വരും. ബട്ട് അറ്റ് ദ സെയിം ടൈം പിരിയാനും പറ്റുന്നില്ല. അവർക്കും അങ്ങനെ തന്നെയാണ്, പേഴ്സണും അതേപോലെയാണ്. ഓക്കെ, സോ ഇതാണ് നിങ്ങളുടെ മെസ്സേജ്. ഹിഡൻ ഞാൻ വിചാരിച്ചു എന്തെങ്കിലുമൊക്കെ ടെൻഷനായിട്ടുള്ളത് വരുമോ എന്ന് വിചാരിച്ചു. ഒന്നും കാണാനില്ല. സന്തോഷം. ഓക്കെ, ബട്ട് യെസ്, അവരുടെ ഭാഗത്തുനിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ചേസ് ചെയ്യാൻ പോകാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തിലേക്ക് ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഇന്നത്തെ ഇത്ര മതി. നമുക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നമസ്കാരം.